ചോദ്യം 42. സർക്കുലർ സോ ഈസ് സ്പെസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ. സർക്കുലർ സോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ബ്ലേഡിൻ്റെ സൈസ് അനുസരിച്ചാണ്. ഓപ്ഷൻ ബി, ദ മാക്സിമം ഡയാമീറ്റർ ഓഫ് ദ സോ ബ്ലേഡ് ഫിറ്റഡ് ഇൻസൈഡ് ദ ത്രോട്ട് പ്ലേറ്റ്. 42ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 43. ഡാഷ് ഗേജ് ഈസ് എ മാർക്കിംഗ് ഗേജ് വിത്ത് 2 സ്പർസ്. മാർക്കിംഗ് ഗേജിന് സമാനമായിട്ടുള്ളതും 2 സ്പർസ് അതായത് പിന്ന് കാണപ്പെടുന്ന ഗേജ്. ഓപ്ഷൻ എ മോർട്ടൈസ് ഗേജ് ആണ്. 2 പിന്ന് കാണപ്പെടുന്ന അല്ലെങ്കിൽ 2 സ്പർ കാണപ്പെടുന്ന ഗേജ് മോർട്ടൈസ് ഗേജ്. 44. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ക്വിക്ക് റിമൂവൽ ഓഫ് മച്ച് വുഡ്. കൂടുതൽ വുഡിനെ റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫയലാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷനും ഫയലുകളാണ്. അതിൽ ഓപ്ഷൻ ഡി റാസ്പ് ഫയലാണ് ക്വിക്ക് റിമൂവൽ ഓഫ് മച്ച് വുഡിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫയൽ. ഓപ്ഷൻ ഡി. 45. ഇൻ വുഡൻ സിംഗിൾ കട്ട് ഫയൽ the angle of cut to the axis of the file is dash degree. സിംഗിൾ കട്ട് ഫയലിൻ്റെ ഡിഗ്രിയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി 75 ഡിഗ്രിയാണ്. ഓപ്ഷൻ ഡി 75. ചോദ്യം 46. ദ വോളിയം ഓഫ് എ ലോഗ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ഡാഷ് ഫോർമുല. ഒരു ലോഗിൻ്റെ വോളിയം അതിൻ്റെ അളവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ഫോർമുലയാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. T1 + T2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു π/4 ഇൻറ്റു ലെങ്ത്. 46ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 47. ഡാഷ് ഫർണിച്ചർ ഈസ് യൂസ്ഡ് ഇൻ ലൈബ്രറി. ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറാണ്. ഓപ്ഷൻ ബി ഇൻഡെക്സ് കാർഡ് ക്യാബിനറ്റ്. ഓപ്ഷൻ ബി ഇൻഡെക്സ് കാർഡ് ക്യാബിനറ്റ് ആണ് ലൈബ്രറിയിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചർ. 48. എൻഡോജീനിയസ് ട്രീ ആർ ദോസ് വിച്ച് ഗ്രോ. ഓപ്ഷൻ എ ഇൻവാർഡ് ആണ്. ഇൻവാർഡ് ഡയറക്ഷനിലാണ് എൻഡോജീനിയസ് ട്രീകളെല്ലാം വളരുന്നത്. 49. ദ ഇന്നർമോസ്റ്റ് പാർട്ട് ഓഫ് എ ട്രീ ഈസ്. ഓപ്ഷൻ സി പിത്താണ്. പിത്ത് അല്ലെങ്കിൽ മെഡുല്ല. അതിനുശേഷം വരുന്ന ഭാഗമാണ് ട്രൂ വുഡ്. അതിനുശേഷം വരുന്ന ഭാഗമാണ് സാപ്പ് വുഡ്. ഏറ്റവും പുറത്ത് വരുന്ന ഭാഗമാണ് ബാർക്ക്. 50. ഇൻ ഡബിൾ കട്ട് വുഡൻ ഫയൽ ഓവർ കട്ട് മേക്സ് ആൻ ആംഗിൾ ഓഫ് ഡാഷ് ടു ദ ഫയൽ ആക്സിസ്. ഓപ്ഷൻ ബി 45 ഡിഗ്രിയാണ് ഡബിൾ കട്ട് ഫയലിൽ ഓവർ കട്ട് വരുന്നത്. 45 ഡിഗ്രി. ഓപ്ഷൻ ബി. 51. ഇൻ പാറ്റേൺ മേക്കിംഗ് ഡാഷ് ഈസ് യൂസ്ഡ്. ഓപ്ഷൻ സി കോൺട്രാക്ഷൻ റൂൾ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ സ്റ്റീൽ റൂള് അല്ലെങ്കിൽ സ്രിങ്ക് റൂൾ എന്നൊക്കെ പറയുന്ന റൂളാണ് പാറ്റേൺ മേക്കിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി കോൺട്രാക്ഷൻ റൂൾ. ചോദ്യം 52. ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് എ ട്രീ ഈസ്. ഓപ്ഷൻ ഡി ബാർക്കാണ്. ട്രീയുടെ പുറത്തു വരുന്ന ഭാഗം, പുറത്തുള്ള ഭാഗത്തെയാണ് ബാർക്ക് എന്ന് പറയുന്നത്. 53. ദ സ്വിംഗ് ഡോർസ് ആർ പ്രൊവൈഡഡ് വിത്ത് ഡാഷ് ഹിഞ്ചസ്. ഓപ്ഷൻ എ ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ചാണ്. സ്വിംഗ് ഡോറുകൾക്കെല്ലാം സ്പ്രിംഗ് ഹിഞ്ചാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ എ ഡബിൾ ആക്ഷൻ സ്പ്രിംഗ് ഹിഞ്ച്. 54. ദ ബോട്ടം പീസ് ഓഫ് എ വിൻഡോ ഫ്രെയിം ഈസ് കാൾഡ്. വിൻഡോയുടെ ഫ്രെയിമിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗത്തെയാണ് സിൽ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി സിൽ. മുകളിലുള്ള ഭാഗത്തെയാണ് ഹെഡ് എന്ന് പറയുന്നത്. മുകളിലുള്ള ഭാഗത്തെ ഹെഡ് എന്നും താഴെയുള്ള ഭാഗത്തെയാണ് ഓപ്ഷൻ ഡി സിൽ എന്ന് പറയുന്നത്. 55. ദ ഏജ് ഓഫ് എ ട്രീ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ എ നമ്പർ ഓഫ് ഡാഷ്. ഓപ്ഷൻ സി ആനുലർ റിങ്സ്. ആനുലർ റിങ്സിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ട്രീയുടെ ഏജ് വയസ്സ് നമുക്ക് കണക്കാക്കാം. 56. ദ സൈസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സെൽ റിഫേഴ്സ് ടു ഡാഷ്. ടെക്സ്ചറാണ്. ഓപ്ഷൻ ബി ടെക്സ്ചറാണ്. സൈസ് ആൻഡ് ക്വാളിറ്റി ഓഫ് സെല്ലിനെ പറയുന്നത് ടെക്സ്ചറാണ്. 57. ഡാഷ് പ്രോപ്പർട്ടി ഓഫ് ടിമ്പർ ഈസ് ഇമ്പോർട്ടൻറ്റ്
when timber is to be used for bows, carriage, shafts, sports goods, wooden floor, etc. ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി. 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഇലാസ്റ്റിസിറ്റി. 58. ഡാഷ് ജോയിൻ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ ക്ലാസ് ക്യാബിനറ്റ് വർക്ക്സ് ആൻഡ് ജ്വല്ലറി ബോക്സ് വെയർ അപ്പിയറൻസ് ആൻഡ് സ്ട്രെങ്ത് ആർ റിക്വയർഡ്. കാണാൻ കാഴ്ചക്ക് ഭംഗിയുള്ളതും ഉറപ്പുള്ളതുമായിട്ടുള്ള ജോയിൻ്റാണ് ഓപ്ഷൻ ഡി സീക്രട്ട് ഡോർടെയിൽ ജോയിൻറ്റ്. സീക്രട്ട് ഡോർടെയിൽ ജോയിൻ്റാണ് ഹൈ ക്ലാസ് ക്യാബിനറ്റ് വർക്കിനെല്ലാം ഉപയോഗിക്കുന്ന ജോയിൻറ്റ്. 59. ഇൻ ഡാഷ് സോയിങ് മെത്തേഡ് ദ ബോർഡ്സ് ആർ കട്ട് വിത്ത് their width in the direction of medullary rays. ഓപ്ഷൻ സി ക്വാർട്ടർ സോയിങ്ങിലാണ് മുകളിൽ പറയുന്നത് പോലുള്ള സോയിങ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി ക്വാർട്ടർ സോയിങ് മെത്തേഡിലാണ്. 60. വെരി ക്വിക്ക് മെത്തേഡ് ഓഫ് സീസണിങ്. പെട്ടെന്ന് തന്നെ സീസണിങ് ചെയ്യുന്ന മെത്തേഡാണ് 61. In double cut wooden file, the upcut or input makes an angle of dash to the file axis. ഓപ്ഷൻ സി 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രിയാണ് ഡബിൾ കട്ട് വുഡൻ ഫയലിൽ അപ്പ് കട്ടർ വരുന്ന ആംഗിൾ. 62. ഡാഷ് നെയിൽ ഈസ് സ്റ്റാമ്പ്ഡ് ഫ്രം ഷീറ്റ് മെറ്റൽ വിത്ത് ലിറ്റിൽ ഓർ നോ പോയിന്റ്. ഓപ്ഷൻ എ ഫിനിഷിംഗ് നെയിലാണ് ഉത്തരം. ഫിനിഷിംഗ് നെയിലിൻ്റെ പ്രത്യേകതയാണ് പോയിൻ്റ് ഒന്നും ഇല്ലാത്തൊരു നെയിലാണ് ഫിനിഷിംഗ് നെയിൽ. 63. ഡാഷ് വിൻഡോസ് പ്രൊജക്റ്റ് ഔട്ട്സൈഡ് ദ എക്സ്റ്റേണൽ വാൾ ഓഫ് ദ റൂം. ഓപ്ഷൻ ബി ബേ വിൻഡോയാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിൻഡോ. 64. ഡാഷ് നെയിൽ ഈസ് യൂസ്ഡ് ടു സെക്യൂർ തിൻ മെറ്റീരിയൽസ് ആൻഡ് ഫാബ്രിക്സ് ടു വുഡ് ആസ് യൂസ്ഡ് ബൈ അപ്പോൾസ്റ്ററി ആൻഡ് മോട്ടോർ കാർ ട്രിമ്മേഴ്സ്. ഓപ്ഷൻ ബി കട്ടാക്ക് ആണ്. കട്ടാക്ക് നെയിലാണ് 64ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. 65. ഡാഷ് ഗേജ് ഈസ് മെയ്ഡ് ഫുള്ളി ഓഫ് സ്റ്റീൽ. സ്റ്റീൽ കൊണ്ട് മുഴുവനായിട്ടും നിർമ്മിച്ച ഗേജാണ് ഓപ്ഷൻ സി ബട്ട് ഗേജ്. 66. ദ ആംഗിൾ ഓഫ് ദ പോയിന്റ് ഓഫ് സെൻറ്റർ പഞ്ച്. സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിളാണ് 90 ഡിഗ്രി. ഓപ്ഷൻ എ 90 ഡിഗ്രി. 67. ഡാഷ് ഈസ് എ പോയിൻറ്റഡ് സ്റ്റീൽ റോഡ് ഓഫ് എയ്തർ സ്ക്വയർ ഓർ റൗണ്ട് വിച്ച് ഈസ് ഫിറ്റഡ് വിത്ത് വുഡൻ ഓർ പ്ലാസ്റ്റിക് ഹാൻഡ്. ഓപ്ഷൻ ഡി അവൽ. അവലാണ് ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള സ്റ്റീൽ റോഡ്. അത് ചിലപ്പോൾ ഒരു റൗണ്ടോ അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള വുഡൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഹാൻഡിലിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ് അവൽ. 68. ദ വെർട്ടിക്കൽ വിൻഡോ വിച്ച് ആർ പ്രൊവൈഡഡ് ഓൺ എ സ്ലോപ്പിംഗ് റൂഫ് ഓഫ് എ ബിൽഡിംഗ് ആർ. ഓപ്ഷൻ ഡി ഡോർമർ വിൻഡോ ആണ്. സ്ലോപ്പിംഗ് ഭാഗത്ത് കൊടുക്കുന്ന വിൻഡോ. 69. ദ മാക്സിമം സ്പാൻ ഓഫ് കോളർ ബീം റൂഫ് ഈസ്. ഓപ്ഷൻ ഡി 4.75 മീറ്റർ ആണ് കോളർ ബീം റൂഫിൻ്റെ സ്പാൻ. 70. ദ ആംഗിൾ ഓഫ് പ്രിക് പഞ്ച് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ലൈറ്റ് പഞ്ച് മാർക്ക് നീഡഡ് ടു പൊസിഷൻ ഡിവൈഡേഴ്സ് ഈസ്. ലൈറ്റായിട്ട് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിക് പഞ്ചിൻ്റെ ആംഗിളാണ് ഓപ്ഷൻ ഡി 30 ഡിഗ്രി. ഓപ്ഷൻ ഡി 30 ഡിഗ്രിയാണ് ലൈറ്റായിട്ടുള്ള പഞ്ച് മാർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രിക് പഞ്ചിൻ്റെ ആംഗിൾ. 71. ദ ഓപ്പണിംഗ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റെയർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ സി സ്റ്റെയർവേ ആണ്. സ്റ്റെയർവേ ആണ് ദ ഓപ്പണിംഗ് സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ദയർ സ്റ്റെയർ ഈസ് നോൺ ആസ്. 72. ദ ഷേപ്പ് ഓഫ് ഡാഷ് ഗീവ് ദ സ്ക്രൂ ഇറ്റ്സ് നെയിം. ഹെഡാണ്. ഓപ്ഷൻ എ ഹെഡാണ് സ്ക്രൂവിന് ആ പേര് നൽകുന്ന ഭാഗം. 73. ഡാഷ് സ്ക്രൂ ഈസ് ഡ്രിവൻ വിത്ത് എ സ്പാനർ. ഒരു സ്പാനർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ക്രൂ ആണ്. സ്ക്വയർ ഹെഡഡ് സ്ക്രൂ. ഓപ്ഷൻ സി സ്ക്വയർ ഹെഡഡ് സ്ക്രൂ ആണ് ഒരു സ്പാനർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ക്രൂ. 74. ഡാഷ് ടിമ്പർ ഈസ് കോയൽ സ്ട്രക്ചർ വിത്ത് ഇൻ്റർലോക്ക്ഡ് ഗ്രെയിൻ. 74. ഓപ്ഷൻ ഡി സാലാണ്. സാൽ വുഡാണ്. സാൽ ടിമ്പറാണ്
സ്ക്വയർ സ്ട്രക്ചർ വിത്ത് ഇൻ്റർലോക്ക്ഡ് ഗ്രെയിൻ ആയിട്ടുള്ള വുഡ് ടിമ്പർ. 75 ഡാഷ് ടൈപ്പ് ഓഫ് സ്റ്റെയർ ഹാസ് എ വെൽ ഓർ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ഫ്ലൈറ്റ്സ്. ഓപ്ഷൻ എ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ ആണ് ഉത്തരം. 75ാമത്തെ ചോദ്യത്തിൻ്റെ ഓപ്ഷൻ എ ഓപ്പൺ ന്യൂവൽ സ്റ്റെയർ. 76 ഡാഷ് ഈസ് എ നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ. നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഓപ്ഷൻ സി ബറിൽസ്. ബറിൽസ് ആണ് നാച്ചുറൽ ഡിഫക്റ്റ്. 77 ഡാഷ് ഈസ് എ ട്രങ്ക് ഓഫ് എ ട്രീ വിത്ത് ബ്രാഞ്ചസ് കട്ട് ഓഫ് ആൻഡ് ബാർക്ക് റിമൂവ്ഡ്. ഓപ്ഷൻ സി ലോഗാണ്. ലോഗാണ് ബ്രാഞ്ചസും ബാർക്കും എല്ലാം റിമൂവ് ചെയ്തിട്ടുള്ള ഒരു ടിമ്പർ പീസിനെ പറയുന്ന പേര്. 78 ഡാഷ് പ്ലെയിൻ ഈസ് യൂസ് ടു പ്ലെയിൻ കോൺകേവ് ഓർ കോൺവെക്സ് സർഫേസ്. ഓപ്ഷൻ എ കോമ്പസ് പ്ലെയിൻ ആണ്. കോൺവെക്സ് അല്ലെങ്കിൽ കോൺകേവ് സർഫേസ് എല്ലാം പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലെയിൻ. ചോദ്യം 79 ഡാഷ് സ്ക്രൂ ഈസ് ഡ്രിവൺ വിത്ത് എ ഹാമർ. ഒരു ഹാമർ ഉപയോഗിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ക്രൂ ആണ് നെയിൽ സ്ക്രൂ. ഓപ്ഷൻ ബി നെയിൽ സ്ക്രൂ. 80 ഡാഷ് ടൈപ്പ് ഓഫ് വുഡൻ ഫ്ലോർ ഹാസ് ഗോട്ട് എ ഹെറിംഗ് ബോൺ സ്ട്രട്ടിംഗ് അറ്റ് ദ മിഡ് സ്പാൻ ടു സ്ട്രെങ്തൻ ദ ജോയിൻറ്റ്. ഓപ്ഷൻ ബി സിംഗിൾ ജോയിസ്റ്റ് വുഡൻ ഫ്ലോറിലാണ് ഒരു ഹെറിംഗ് ബോൺ സ്ട്രട്ടിംഗ് കാണപ്പെടുന്നത്.